ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുര പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. എന്നാൽ മാത്രമേ ഞാനിതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് മനസ്സിലാവുള്ളൂ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പച്ചരി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു. ഒരു 2-3 മണിക്കൂറോളം ഇത് നല്ല പോലെ കുതിർത്ത് വെച്ചിരുന്നു. എത്രത്തോളം കുതിർന്ന് കിട്ടുന്നോ അത്രയും നന്നായിരിക്കും ഈ ഒരു പലഹാരത്തിന്. ഞാനിപ്പോൾ ഇതിൻ്റെ കുതിരാൻ വെച്ചിരുന്ന ആ ഒരു വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇനി ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ടും ഈ ഒരു പച്ചരി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു പച്ചരിയുടെ കണക്കനുസരിച്ചാണ് ഇതിലേക്കുള്ള ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എടുക്കുന്നത്. എത്രയാണോ നിങ്ങൾ പച്ചരി എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടിയും കുറച്ചും എടുക്കാനായിട്ട്. എന്നാലാണ് കറക്റ്റ് പരുവത്തിന് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് അളവിലുള്ള കപ്പലണ്ടിയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 2 കോഴിമുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിൻ്റെ അളവിലുള്ള 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് കപ്പലണ്ടിയും അതുപോലെ തന്നെ 2 കോഴിമുട്ടയുമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ്. തേങ്ങാപ്പാലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല, ഇതേ അളവിൽ തന്നെ എടുക്കാൻ നോക്കുക. അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് നല്ല മധുരത്തിൻ്റെ പലഹാരം ആയതുകൊണ്ട് തന്നെ ഞാനിനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് നല്ല നൈസായിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു പരുവം. ഇനി ഇതിലേക്ക് വെള്ളമോ പാലോ ഒന്നും തന്നെ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതുപോലൊരു പരന്ന പാത്രത്തിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആദ്യം കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷമാണ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് അരിപ്പപാത്രം വെച്ച് കൊടുത്തിട്ട് ഈ ഒരു പാത്രവും കൂടെ വെച്ച് കൊടുത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുള്ള ഇഡ്ഡലി ചെമ്പിലാണ് ഞാൻ ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഒരു 20-25 മിനിറ്റോളം സമയം എടുത്തിട്ടുണ്ടാവും ഇത് വെന്ത് കിട്ടാനായിട്ട്. ഇപ്പൊ നമ്മുടെ കപ്പലണ്ടി മുട്ടയൊക്കെ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് തയ്യാറായി കിട്ടിയിട്ടുള്ളത്. ആ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിരുന്നതിന് ശേഷം ഞാനിത് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് തണുപ്പിച്ചെടുത്തിട്ടോ അല്ലാതെ തന്നെ ചൂടോടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.